നമ്മുടെ ക്രിസ്തീയ പുരോഹിതന്മാർ കല്ലറയിൽ ചെയ്യുന്ന ധൂപപ്രാർത്ഥനയ്ക്കോ ഞാനൊരു ഹിന്ദുവായിരുന്നപ്പോ എന്റെ മക്കളോ അനുദ്രവമാരോ ചെയ്യുന്ന പിണ്ട അടിയന്തരങ്ങൾക്കോ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവനെ പറ്റി, നിങ്ങളുടെ ആത്മാവിനെ പറ്റി നിങ്ങൾ അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. നമുക്ക് പ്രിയരെ, ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ്, നിങ്ങൾ പറയുന്ന സാക്ഷ്യം നിങ്ങൾ പാപികളാണ്, ദോഷികളാണ്, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ കണ്ണുനീരും നിലവിളിയും ഉണ്ടാകുമായിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാരും പാപികളും ദോഷികളും, നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരും പാപികളും ദോഷികളുമായിട്ട് കടന്നുപോയി എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മോനെ നിങ്ങളും പാപികളും ദോഷികളുമാണ്. എന്നാൽ നോക്ക് പ്രിയരെ, നമ്മൾ പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പുരോഹിതന്മാര് നല്ല മനോഹരമായിരിക്കുന്ന പ്രസംഗങ്ങളും ചൊല്ലുകളും നമുക്ക് ചൊല്ലിത്തരും. എന്നിട്ടോ ഏതൊരു വലിയ സംഖ്യയും എത്ര വലിയ സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 0 ആകുന്നു എന്നുള്ളത് പോലെ നോക്ക് പ്രിയരെ, അവസാനം എല്ലാ ചൊല്ലുകളുടെയും എല്ലാ പ്രസംഗത്തിന്റെ അവസാനം ഈ പുരോഹിതൻ ഒരു കാര്യം പറയും, എല്ലാം ചെയ്തതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അദ്ദേഹം. എന്താണെന്ന് അറിയാമോ? കുഞ്ഞുങ്ങളെ, ഞങ്ങളും പാപികളും ദോഷികളുമായിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിക്കണമേ. തീർന്നല്ല പ്രിയരെ, പാപിയും ദോഷിയുമായിരിക്കുന്ന ഈ പുരോഹിതന് പാപിയും ദോഷിയുമായിരിക്കുന്നതിനെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കഴിയുമോ? ഇരുട്ടിലായിരിക്കുന്ന വെളിച്ചമില്ലാത്ത ഒരു മനുഷ്യന് ഇരുട്ടിലായിരിക്കുന്ന വെളിച്ചമില്ലാത്ത മറ്റൊരു മനുഷ്യനെ മറ്റൊരിടത്തേക്ക് വഴി നടത്തുവാൻ കഴിയുമോ? കർത്താവ് ചോദിക്കുന്നു. അതായത് കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് ചോദിച്ച കാര്യം ഇങ്ങനെയാണ്, കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴത്തില്ലയോ? അതേ പ്രിയരെ, അന്ധനായിരിക്കുന്നവർക്ക് അന്ധന്മാർക്ക് വഴി കാണിപ്പാൻ കഴിയാത്തതുപോലെ പാപിയും ദോഷിയുമായിരിക്കുന്ന ഒരു പുരോഹിതനോ മതഭക്തിക്കോ നിന്നെ ദൈവത്തിന്റെ അടുക്കലേക്ക് പാപമോചനത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. ആകയാൽ നോക്ക് പ്രിയരെ, ഞങ്ങൾ പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാകുന്നു. അതുകൊണ്ട് അധികാരം ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മേലെ ഒരു കർത്തൃത്വവും അധികാരവും ഈ പരിശുദ്ധാത്മാവിലുള്ള സുവിശേഷത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്ക് പ്രിയരെ, നമ്മളൊരു കാര്യം മനസ്സിലായി, നമ്മളെല്ലാവരും പാപികളും ദോഷികളുമായിട്ടാണ് ജനിച്ചത്. സത്യം തന്നെ. നിങ്ങൾക്കൊരു ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്? തീർച്ചയായിട്ടും ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ അദ്ദേഹം പറയുന്ന മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ സൗഖ്യമാകുമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് പോകുന്നത്. നിങ്ങൾ ഒരു രോഗത്തിന് ഒരു ഡോക്ടറെ അടുത്ത് 10-30 വർഷമൊന്നും പോകത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഡോക്ടർ വഞ്ചകനാണ്, ഈ ഡോക്ടർ കള്ളനാണ്, ഇവൻ എന്റെ പൈസ മേടിക്കുവാൻ മാത്രമാണ് ഇരിക്കുന്നത്, ഇവൻ ഒരിക്കലും എനിക്ക് സൗഖ്യം തരുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്താണ് മറ്റൊരു ഹോസ്പിറ്റലോ മറ്റൊരു ആശുപത്രിയോ തേടും. എന്നാൽ പ്രിയരെ, നൂറ്റാണ്ടുകളായിട്ട് പാപികളും ദോഷികളും എന്നുള്ള പദവിയിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന് നിങ്ങളെ ഇന്നേവരെ രക്ഷിപ്പാൻ കഴിയാഞ്ഞിട്ടും അത് നിങ്ങൾക്ക് രാഹുകാലത്തെ പോലും ജയിപ്പാൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പ്രിയരെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി ചിന്തിക്കണം. എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു പാപമോചനം വേണം, എനിക്ക് ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ആകാശത്തിൽ വ്യാപരിക്കുന്ന രാഹുകാലത്തിലും മറ്റു വിധമായിരിക്കുന്ന വാസ്തുവിദ്യകളിൽ നിന്നും ഒക്കെ എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു പാപമോചനം വേണം. ആരെനിക്ക് പാപമോചനം നൽകിത്തരും? അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ ലോകത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. എന്ന് മാത്രമല്ല, രോഗികൾക്കല്ലയോ വൈദ്യനെ കൊണ്ട് ആവശ്യം. ഒരു രോഗി എപ്പോഴും ആഗ്രഹിക്കുന്നത് വൈദ്യനെയാണ്. വൈദ്യൻ അവന് സൗഖ്യം കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തലമുറയായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ വിശ്വാസ പ്രമാണത്തിൽ നമുക്കെന്താണ് ഇന്നവരെ പാപമോചനം നേടിയിട്ടില്ലെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ബലഹീനതയല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ ബലഹീനതയാണെന്നുള്ള സത്യം നിങ്ങളെ അറിയിപ്പാനാണ് ദൈവം ഇന്ന് എന്നെ ഇവിടേക്ക് അയച്ചത്. എന്നാൽ നോക്ക് പ്രിയരെ, ഈ പാപികളും ദോഷികളും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. അപ്പോൾ തന്നെ നമ്മൾ വഞ്ചനയുടെ ആത്മാവിലാണ് സംസാരിക്കുന്നത്. നമ്മൾ പള്ളികളിൽ പറയും, ദൈവമേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ വിധിക്കും, ഞാൻ പാപിയും ദോഷിയും. അപ്പോൾ ദൈവം പരിശുദ്ധനാണെന്നുള്ള സത്യം തന്നെ, നമ്മൾ പാപികളാണെന്നുള്ള കാര്യവും സത്യം തന്നെ. അങ്ങനെയാണെങ്കിൽ പാപിയായിരിക്കുന്ന നിനക്ക് പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തോടു കൂടെ ജീവിക്കാൻ കഴിയുമോ? സാധ്യമല്ല പ്രിയരെ. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് വിശുദ്ധനായിരിക്കുന്ന ദൈവത്തോടു കൂടെ ജീവിക്കാൻ കഴിയത്തില്ല. ഇരുട്ടിന് വെളിച്ചവുമായിട്ട് പങ്കാളിത്തവുമില്ല. ഇരുട്ടായിരിക്കുന്ന പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് വെളിച്ചമായിരിക്കുന്ന ദൈവത്തോടു കൂടെ വസിപ്പാൻ മരിച്ചതിന് ശേഷം കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? സാത്താനോട് കൂടെ നരകബലിയിലേക്കാണ് പോകുന്നത്. നിങ്ങളൊരു പുരോഹിതനോ മന്ത്രിയോ രാജാവോ നേതാവോ ചെറിയവനോ വലിയവനോ സമ്പന്നനോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് മതവിശ്വാസിയുമായിക്കോട്ടെ പ്രിയരെ, മരിച്ചതിന് ശേഷം നമുക്കൊരു നരകബലിയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ പാപമോചനത്തിനായിട്ട് വിശ്വസിക്കുന്നവർക്കൊരു നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗീയ വാസവുമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അല്പനേരം കേൾക്കുന്നത്
നന്നല്ലയോ? ഈ പ്രഭാതത്തിൽ നമ്മുടെ പോഷകരമായിരിക്കുന്ന കഴിഞ്ഞകാല ജീവിതങ്ങളുടെ ഒരു മാറ്റം ആവശ്യമല്ലയോ? അതേ പ്രിയരെ കേട്ടുകൊള്ളുവേൻ. പാപിയും ദോഷിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവത്തിന്റെ മക്കളല്ല. പിന്നെ ആരുടെ മക്കളാണ്? ദൈവമല്ലയോ എല്ലാവരെയും സൃഷ്ടിച്ചത്? അല്ല, ദൈവം ഒരു മനുഷ്യനെ മാത്രമേ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഒരേ ഒരു പുരുഷനെ മാത്രമേ ദൈവം ഭൂമിയിൽ മനുഷ്യവർഗത്തിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് സകല സൃഷ്ടികളുടെയും പൂർത്തീകരണത്തിന് ശേഷം ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മണ്ണുകൊണ്ട് ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി അതിൽ തന്റെ ജീവശ്വാസം മൂതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏദനിൽ നിർത്തി. പ്രിയരെ, 6000 വർഷത്തെ ചരിത്രം മാത്രമേ ഭൂമിയിൽ മനുഷ്യനുള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന നാളിൽ ഞങ്ങൾ സുവിശേഷം പറയുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നത് വിദേശികളുടെ ദൈവമല്ലയോ, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലയോ? അല്ല പ്രിയരെ, ദൈവം ഒരുവനല്ലേ ഉള്ളൂ. അവൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്നു. ഏക സൂര്യനെ നമുക്കുള്ളൂ. ആ ഏക സൂര്യനെ സൃഷ്ടിച്ചവനാരോ അവനാണ് ദൈവം. അവൻ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നു. ആ ക്രിസ്തുവിനെയാണ് പിതാവായിരിക്കുന്ന ദൈവം സ്വർഗത്തിൽ നമുക്ക് വെളിപ്പെട്ട് തരുവാൻ തക്കവണ്ണം അയച്ചിരിക്കുന്നത്. എന്നാൽ നോക്ക് പ്രിയരെ, അന്ന് ഭൂമി ഏക കരയും ഏക സമുദ്രവുമായിരുന്നു. ആ ഏക കരയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏദൻ പർദീസയിൽ അവനെ നിർത്തി. മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ദൈവാനുരൂപമായിട്ട് സൃഷ്ടിച്ച അവൻ വിശുദ്ധനായിരുന്നു, ദൈവത്തിന്റെ മകനായിരുന്നു, ദൈവത്തോടുകൂടെ കൂട്ടയാമിയുണ്ടായിരുന്നു. ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സമുദ്രത്തിലെ ജീവജന്തുക്കളുടെ മേലും നിലത്തെഴിയുന്ന എല്ലാ ഉലകജാതികളുടെ മേലും വാഴുവാൻ അവനെ ദൈവം കൽപ്പിച്ചാക്കി. നീ സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി നിറയുമെന്ന് അവനെ അനുഗ്രഹിച്ചു. എന്നാൽ അതിന് തക്കവണ്ണം അവന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ദൈവം ഹൗവ എന്ന് പറഞ്ഞ സ്ത്രീയെ കൊടുത്തുകൊണ്ട് ഭൂമിയിൽ ആദ്യത്തെ വിവാഹ ഉടമ്പടിയും 6000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കുന്നതുമാണ്. അത് അയാൾ പ്രിയരെ, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ദൈവത്താൽ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഈ വിവാഹം എല്ലാ ജാതി മതസ്ഥർക്കും ഒരു അറിവുണ്ട്. അത് ഹിന്ദു ആയിരുന്നപ്പോഴും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും എല്ലാവരുടെയും അന്തരാത്മാവിൽ ഒരു ഉറപ്പുണ്ടെന്നറിയാമോ? മരണം കൊണ്ടല്ലാതെ വിവാഹബന്ധം വേർപിരിയരുത്. അങ്ങനെ തന്നെയാണ് ദൈവം ആഗ്രഹിച്ചതും കൽപ്പിച്ചതും. എന്നാൽ ഒരു ദേഹമായിട്ട് തീർന്ന് അമ്മയപ്പന്മാരെ തള്ളി ഒരു ദേഹമായിട്ട് തീർന്ന് അനേക കുടുംബ ജീവിതങ്ങൾ തകർന്നു പോയ കാരണം ദൈവത്തോടുള്ള ഭയമില്ലായ്മ, തമ്മിലുള്ള സ്നേഹമില്ലായ്മ, വിശുദ്ധിയില്ലായ്മ കൊണ്ട് അന്യജനം മോഹിച്ചത് കൊണ്ട് അനേകരുടെ കുടുംബ ജീവിതങ്ങൾ തകർന്ന് നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകുന്നു. ആകയാൽ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് തീർക്കണമെന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ കുടുംബജീവിതത്തിന് വേണ്ടി സഫർ ചെയ്തുകൊള്ളുവിൻ. കുടുംബജീവിതത്തിന് വേണ്ടി തന്നെത്താൻ താഴ്ത്തുവിൻ. അല്ലയോ ഭാര്യയെ, നീ ഭർത്താവിന് വേണ്ടവണ്ണം കീഴടങ്ങിക്കൊള്ളുവിൻ. അല്ലയോ ഭർത്താവെ, നീ ഭാര്യയെ സ്നേഹിച്ച് വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ കണക്ക് കൊടുക്കുന്ന നാളിൽ നിനക്കെന്താണ് കരങ്ങൾ ബലപ്പെട്ടിരിക്കാൻ വേണ്ടി ഇത് ചെയ്തുകൊള്ളുവെന്ന് വിവാഹ ജീവിതത്തിനെ ഓർപ്പിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു. എന്നാൽ ഇതല്ല ഇവിടുത്തെ പ്രശ്നം, ഇതല്ല ഇവിടുത്തെ വിഷയം. പിന്നെ എന്താണ്? പാപികളും ദോഷികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. കാരണം ആദം വിശുദ്ധനായിരുന്നു, അവൻ പാപമില്ലാത്തവനും ഏക പുരുഷനുമായിരുന്നു. എന്നാൽ നിങ്ങൾ എല്ലാവരും അറിയുന്നത് പോലെ അവൻ പാപം ചെയ്തു. അവൻ ചെയ്ത പാപം എന്താണ്? ഒരു ഫലം തിന്നരുത് ദൈവം കൽപ്പിച്ചു, സാത്താൻ തിന്നാൻ കൽപ്പിച്ചു. അവൻ അത് തിന്നുപോയി. ഒരു പഴം തിന്നാൽ ഇങ്ങനെ നശിപ്പിച്ചു കളയുന്ന ഒരു ദൈവം എന്തൊരു ദൈവം നമ്മൾ ചോദിക്കാറുണ്ട്. ക്രിസ്ത്യാനികൾ പോലും ചോദിക്കാറുണ്ട്. ക്രിസ്ത്യ പുരോഹിതന്മാർ പോലും എന്നോട് പറഞ്ഞടാ ഇതെല്ലാം കള്ളത്തരമാണ്. ആദമിനോട് ദൈവം പറഞ്ഞ് പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. അവൻ പഴം തിന്നിട്ട് മരിച്ചൊന്നുമില്ലല്ലോ. ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞ, ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞ ലജ്ജയ്ക്കായിട്ട് പറയുകയാണ് പ്രിയരെ. എന്നാൽ എന്താണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം എന്തെന്നറിയാമോ പ്രിയരെ? ആ പഴം തിന്നുക എന്നുള്ളതിനപ്പുറം അനുസരണക്കേട്. രണ്ടാമത്തെ കാര്യം, ആദം അന്ന് വരെ വിശുദ്ധനായിരുന്നു, ആത്മാവിൽ വിശുദ്ധനായിരുന്നു. എന്നാൽ ദൈവം ആത്മാവാണ്, സാത്താനും ആത്മാവാണ്. അതായത് ദൈവത്തിനോട് അനുസരണക്കേട് കാണിച്ച് സാത്താനെ അനുസരിച്ചത് വഴി യേശുക്രിസ്തു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന അനുസരിക്കും. നോക്ക് പ്രിയരെ, ആത്മാവിൽ അല്ലെങ്കിൽ ആദമിന്റെ ആത്മാവിലുള്ള വിശുദ്ധിയിൽ അവൻ മരിച്ച് ആത്മാവിൽ അവൻ സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ട വലിയ അനുഭവമാണ് ഈ അനുസരണക്കേട് മുഖാന്തരം ഏക പുരുഷനായിരിക്കുന്ന ആദമിൽ സംഭവിച്ചത്. അവൻ അതേ നിമിഷം വരെ ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിരുന്നുവെങ്കിൽ അവൻ അനുസരണക്കേട് കാണിച്ച നിമിഷം മുതൽ അവൻ സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു, ദൈവത്തിന്റെ ശത്രുവായിട്ട് തീർന്നു. ദൈവം അവനെ ഏദൻ പർദീസിൽ നിന്ന്, അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നോട് കൂടെയുള്ള വാസത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അവനെ പുറത്താക്കി. കാരണം ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ കൂട്ടായ്മയില്ല. ഇതാണ് മനുഷ്യന്റെ ഉൽപ്പത്തി. എന്നാൽ ആ ഏക പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് പ്രിയരെ നമ്മൾ എല്ലാവരും ജനിച്ചത്. നിങ്ങൾ മത്തോമയായാലും ശരി, ജ്ഞാനായാലും ശരി, യാക്കോബയായാലും ശരി, കത്തോലിക്കരായാലും ശരി, ഹിന്ദു ആയാലും ശരി, ബ്രാഹ്മണനായാലും ശരി, അധകൃതരെന്ന് മറ്റുള്ളവർ പറയുന്നവരായാലും ശരി, ഏത് വ്യക്തി ജനിച്ചത് ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിരിക്കുന്ന പാപിയായിരിക്കുന്ന ഏക പുരുഷന്റെ രക്തത്തിൽ നിന്നായതുകൊണ്ട് നമുക്കാർക്കും ദൈവവുമായിട്ട് ബന്ധമില്ല. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ശത്രുക്കളായിട്ട് ഭൂമിയിൽ ജനിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ അഭിമാനത്തോടെ അറിവില്ലായ്മയിൽ പറയുന്ന സത്യം, ഞങ്ങൾ പാപി
പാപികളാണ്, ദോഷികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദമിന്റെ മക്കളാണ്. ആദം സാത്താന്റെ സന്തതിയാണ്. അവന്റെ സന്തതിയായിരിക്കും ഞങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല, ദൈവത്തിന്റെ ശത്രുവാണ് ഞാനെന്നാണ് പാപിയും ദോഷിയുമെന്ന് നിങ്ങളും നിങ്ങളുടെ പുരോഹിതന്മാരും നിങ്ങളുടെ പിതാക്കന്മാരും മക്കളും എല്ലാം സാക്ഷ്യം പറയുമ്പോൾ ലോകത്തോടെ നിങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നാൽ അതിന്റെ ഭയങ്കരത്തെ ഗ്രഹിക്കാഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അധികം പ്രസംഗിക്കുന്നില്ല. എന്നാൽ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്? തീർച്ചയായിട്ടും ആദം പോയ വഴി തന്നെ നരകവിധിയിലേക്കാണ് പോകുന്നത്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചുപോയ നരകവിധിയിലേക്ക് കടക്കുവാൻ വിധിക്കപ്പെട്ട നമ്മളെ വീട്ടെടുക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ താണ ലോകത്തിലേക്ക് യേശു എന്ന മനുഷ്യനായിട്ട് അയക്കുമ്പോൾ ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നുള്ള വചനം അവരിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ആദം ചെയ്ത പാപത്താൽ 4000 വർഷക്കാലം ദൈവം യാഗങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് വരുവാനിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ യാഗത്തെ അവർക്ക് മുന്നമേ വെളിപ്പെടുത്തി കൊടുത്തു. ഭൂമിയിൽ മനുഷ്യനുണ്ടായ നാൾ മുതൽ, പാപം ചെയ്ത നാൾ മുതൽ 4000 വർഷക്കാലം അബ്രഹാം ഉൾപ്പെടെയുള്ളവരെല്ലാവരും ചെയ്ത മൃഗബലിയിൽ കൂടെ വരുവാനിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ യാഗത്തെ ലോകത്തിന് പ്രസംഗ വിഷയമാക്കി തീർത്തു. യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചു. ഈ 2000 വർഷങ്ങൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള പ്രസംഗം ലോകത്തിൽ അറിയിക്കുന്നു. ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദം മുതൽ ലോകാവസാനം വരെ ലോകത്തിലെ പ്രശംസാ വിഷയവും പ്രസംഗ വിഷയവും ഒരേ ഒരു പ്രസംഗ വിഷയം, അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. ഞാൻ അതിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ നോക്ക് പ്രിയരെ, ഇങ്ങനെ മനുഷ്യരെല്ലാവരും പാപം ചെയ്ത്, അതുകൊണ്ടാണ് വചനം പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷ രക്തത്തിൽ ജനിച്ച സകല ജനനദികളും ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുന്ന പാപിയാണ്, നരകവിധിക്ക് യോഗ്യരാണ് എന്നുള്ള സത്യമാണ് ബൈബിൾ നമ്മളോട് വെളിപ്പെട്ട് വരുന്നത്. റോമാലേഖനമൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ക്രിസ്ത്യാനികളാണ് കേൾക്കുന്നത് കൊണ്ടാണ് റോമലേഖനം എന്നുള്ളൊരു വാക്ക് എടുത്തു പറയുന്നത്. അല്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ലല്ലോ. അതേ പ്രിയരെ, നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയെന്ന് ആ റോമാലേഖനം നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ന്യായപ്രമാണത്തെയും യേശുക്രിസ്തുവിന്റെ കൃപകളെയും നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ സകല മനുഷ്യരും പ്രത്യാശയില്ലാതെ 4000 വർഷം മുഴുകിക്കഴിഞ്ഞപ്പോഴ് നമ്മളോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണെന്നറിയാമോ? പാപം ചെയ്ത മനുഷ്യൻ നരകവിധിയിലേക്കാണ് പോകുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മളെല്ലാവരും നരകവിധിയിലേക്ക് ഒടുക്കി പോകുവാൻ വിധിക്കപ്പെട്ടപ്പോഴ് ആദം മുഖാന്തരം നമ്മളെല്ലാം നശിച്ചു പോയെടുത്ത് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ആ പാപച്ചേറ്റിൽ നമ്മളെ വീണ്ടെടുത്ത് മരിച്ചുപോയ നമുക്ക്, ആത്മാവിൽ മരിച്ചുപോയ നമുക്ക് ആത്മാവിൽ നിത്യജീവനെ, ദൈവത്തിന്റെ ജീവനെ വിശ്വസിക്കുന്നവർക്ക് നൽകി തന്നുകൊണ്ട് പിന്നെയും നമ്മളെ സ്വർഗത്തിലേക്ക് മടക്കി വരുത്തുവാൻ നമുക്ക് നമ്മളോട് ദൈവത്തിന് പ്രസാദം തോന്നി. നിങ്ങൾക്കറിയാമല്ലോ, നിക്കോദോമസ് എന്ന് പറയുന്ന ആ യഹൂദന്മാരുടെ ഉപദേശി ഒരിക്കൽ യേശുക്രിസ്തു ചോദിച്ചു, അതാവേ അല്ലെങ്കിൽ യേശുവേ, ഈ നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വീട്ടിൽ ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം നീ കാണുകയില്ല. ആഹാ, അത് ശരി. അപ്പോൾ ഇനി ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കണമോ? എടാ, സ്വർഗത്തെ ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ഈ ഉപദേശി, നിനക്ക് സ്വർഗത്തിലുള്ള കാര്യം പറഞ്ഞിട്ട് എവിടെ മനസ്സിലാക്കാനാ? അതെ, വീണ്ടും ജനിച്ചിട്ടല്ലാതെ നിങ്ങൾക്കാർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. നിങ്ങൾ ക്രിസ്തീയ മതത്തിൽ ജനിച്ചതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ മാതാവും പിതാവും എന്താണ് ക്രിസ്തീയ മതത്തിലാണ് ജനിച്ചത്. ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിപ്പാൻ കാരണം എന്നെ ജനിപ്പിച്ച എന്റെ അപ്പനും അമ്മയും ഹിന്ദു മത വിശ്വാസിയായിരുന്നു. ഒരുവൻ ഇസ്ലാം മതത്തിൽ ജനിപ്പാനുള്ള കാര്യം എന്താണ്? അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ടാണ്. തിരിച്ചായിരുന്നുവെങ്കിൽ അവർ ഇന്നത്തെ മതത്തെ വിട്ടുകളഞ്ഞുകൊണ്ട് ഇന്ന് അവർ വെറുക്കുന്ന മതത്തെ അവർ ഏറ്റവും നല്ലതായിട്ട് സ്നേഹിക്കുമായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചത് കൊണ്ട് പ്രിയരെ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുന്നത്. പാകിസ്ഥാനിലുള്ള ഏതൊരു അപ്പന്റെ അമ്മയുടെ സന്തതിയായിട്ടാണ് നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമായിരുന്നു. ജന്മം കൊണ്ട് കിട്ടുന്നൊന്നും ദൈവികമല്ല, ഇത് സാത്താന്യവും മതപറ്റി ക്രിസ്തീയ മതം ഉൾപ്പെടെ സകല മതവും സാത്താന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അതായത് പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത സകലതും സാത്താന്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു വന്നതാണ് പ്രിയരെ. അങ്ങനെ ആദ്യ പുരുഷനായിരിക്കുന്ന ആദം ചെയ്ത പാപത്താൽ അവന്റെ രക്തത്തിൽ പറഞ്ഞ്, അതായത് എങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്രയും ജാതി മതങ്ങൾ എങ്ങനെ ഉണ്ടായത്? കേട്ടോളും പ്രിയരെ, വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത്. അതായത് ആ ആദമിന്റെ മക്കളായിരിക്കുന്നവർക്ക് ദൈവമുണ്ടെന്ന് മനസ്സിലായി. ആകാശത്തെ ഭൂമിയെ കാണുമ്പോൾ, ഇതിലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ കാണുമ്പോൾ ഇതിനൊക്കെ സൃഷ്ടിച്ച ഒരുവനുണ്ടെന്ന് മനസ്സിലായി. ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്തത് കൊണ്ട് ദൈവമില്ലെന്ന് അവർ പറഞ്ഞില്ല. ദൈവമുണ്ട്, പക്ഷെ എന്താണ്? പക്ഷെ ദൈവം ആരെന്ന് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾ അന്ധമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്? ഓരോ
ഓരോരുത്തരുടെ ഹൃദയത്തിലെ ഇഷ്ടങ്ങൾ കൊത്തവണ്ണം ഞാനൊരു കള്ളുകുടിയനാണെങ്കിൽ എന്റെ ദൈവം കള്ളു കുടിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ സൃഷ്ടിച്ചു. മറ്റൊരുവനെത്താണ്ട് ഇമ്മോറാലിറ്റിയിലാണെങ്കിൽ അങ്ങനെ ഒരു ഒരുവനെ ദൈവമായിട്ട് അവനങ്ങ് കണ്ടു. അതിനെ ചുറ്റിപ്പറ്റി ഓരോ ഗോത്രങ്ങളും കുലങ്ങളും അതിന്റെ കൂടെ പോയി. അങ്ങനെ പ്രിയരെ അനേക ജാതി മതസ്ഥരായിട്ട് ഭൂമിയിൽ ദൈവം എന്ന പേര് പറഞ്ഞുകൊണ്ട് ദൈവമല്ലാത്തതിനെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ ഘോരമായിരിക്കുന്ന യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് എല്ലാവരും നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോവുകയാണ്. ഇങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്. അതും സാത്താന്റെ ഹൃദയത്തിൽ നിന്ന് വന്നാണ്. മതം മനുഷ്യൻ സൃഷ്ടിച്ചതല്ല, ദൈവം സൃഷ്ടിച്ചതല്ല. അത് പിശാചിന്റെ ഹൃദയത്തിലെ വഞ്ചന മനുഷ്യരുടെ ഹൃദയത്തിൽ വന്നപ്പോൾ രൂഢമൂലമായിരിക്കുന്ന കാര്യങ്ങളാണ് മതവിശ്വാസം. ക്രിസ്തീയ മതവിശ്വാസം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അധികാരത്തോടും ധൈര്യത്തോടും കൂടി ഞാൻ പറയുന്നു, നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കുത്തു കൊടുക്കണം. ഇങ്ങനെ നിങ്ങൾ മരിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ നരകം എന്തെന്ന് ഞങ്ങൾക്കറിയാം. ആ നരകത്തിലേക്ക് നിങ്ങൾ വീഴുന്നത് കണ്ടുകൊണ്ട് കണ്ണുനീരോടാണ് പ്രസംഗിക്കുന്നത്, നിലവിളിയോടുകൂടിയാണ് പ്രസംഗിക്കുന്നത്, കഠിനമായിരിക്കുന്ന വേദനയോടുകൂടിയാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, പാപിയായിരിക്കുന്ന നീ ഇന്ന് മരിക്കുകയാണെങ്കിൽ നരകവിധിയിലേക്ക് കടന്നുപോയാൽ നിന്നെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതിനെത്ര കോടി വർഷമെന്നുള്ള കണക്കില്ല പ്രിയരെ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും വന്നില്ലാത്തത് കൊണ്ട് സമയവുമില്ല, കാലവുമില്ല. ഇതും എറ്റേർണലാണ്, നിത്യതയാണ്. പ്രസംഗം വളരെ ദീർഘിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുന്നു. എന്നാൽ നോക്ക് പ്രിയരെ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ആ യേശുക്രിസ്തുള്ള പാപമോചനം എന്താണ്? ക്രിസ്തീയ മതവിശ്വാസികളെ വീണ്ടും നിങ്ങളുടെ ലജ്ജയ്ക്കായിട്ട് ഞാൻ പറയുന്നു. ഒരു ഹിന്ദുവായിരിക്കുന്ന ഞാൻ നിങ്ങളോട് ഇത് പ്രസംഗിക്കണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്താണ് നിങ്ങളുടെ ബൈബിളിൽ എഴുതുന്നത്? എന്താണെന്ന് അറിയാമോ? നിങ്ങൾ സകല സൃഷ്ടികളോടും പോയി സുവിശേഷം അറിയിക്കണം. ഒരു ഹിന്ദുവായിരുന്ന എനിക്ക് അനേകം അത്തോമക്കാര് കൂട്ടുകാരുണ്ടായിരുന്നു, യാക്കോബക്കാര് കത്തോലിക്കന്മാര് കൂട്ടുണ്ടായിരുന്നു. ചെറുപ്പകാലങ്ങളിൽ അവരുടെ ഒരാൾ പോലും എന്നോട് സുവിശേഷം പറഞ്ഞില്ല പ്രിയരെ. എനിക്ക് CSI കൂട്ടുകാരുണ്ടായിരുന്നു, അവരാരും എന്നോട് സുവിശേഷം പറഞ്ഞില്ല പ്രിയരെ. അതിൽ പലരും എന്നെ കള്ളു കുടിക്കാൻ ക്ഷണിച്ചതേ ഉള്ളൂ. അവർ പലരും എന്നെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയരെ, അവൻ ക്രിസ്ത്യാനിയായിട്ടില്ല എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ദൈവത്തിന്റെ ആത്മാവുള്ളവനാണ് ക്രിസ്ത്യാനി. അവൻ മറ്റുള്ളവരോട് യേശുക്രിസ്തുവിന്റെ രക്ഷ സംസാരിക്കുക തന്നെ ചെയ്യും. എന്നാൽ നോക്കുവിന് യേശുക്രിസ്തുവിന്റെ കൂട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. അങ്ങനെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ എല്ലാവരും പാപം ചെയ്ത് നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ പ്രിയരെ, യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തിന്റെ നിയമമല്ല നമ്മളെ ശിക്ഷിക്കുന്നത്. നാം പാപം ചെയ്തത് വഴി ആ നിയമം നമ്മളെ ശിക്ഷിക്കുകയാണ്. പാപമില്ലാത്തടത്ത് നിയമത്തിന് ശക്തിയില്ല. പാപമില്ലാത്തടത്ത് നമുക്ക് നരകവിധി മരണശിക്ഷയുമില്ല. എന്നാൽ പാപം അത്രയും നമ്മളെ നരകവിധിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ദൈവം ന്യായപ്രമാണം പഴയ നിയമത്തിൽ കൊടുത്തത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മളെ രക്ഷിക്കുവാനല്ല, ശിക്ഷിക്കുവാനാണ്. നീ മോഹിക്കരുന്നൊരു കൽപ്പന വന്നപ്പോൾ നമ്മളിൽ മോഹമുണ്ടെന്നും മോഹം എന്നെ നരകവിധിയിലേക്ക് കൊണ്ടുപോകുമെന്നും ഞാൻ തെളിയിക്കപ്പെട്ടു. ഇതിനാണ് ന്യായപ്രമാണം വന്നത്. ദൈവത്തിന്റെ നിയമപുസ്തകമായിരിക്കുന്ന ന്യായപ്രമാണം വിശുദ്ധമെന്ന് പറയുവാൻ കാരണം അത് നമ്മളെ പാപത്തെ പറ്റി ബോധം വരുത്തുന്നതാണ്. മോഹിക്കരുത് എന്നൊരു കൽപ്പന വന്നത് വഴിയാണ് മോഹം എന്റെ ഉള്ളത്തിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ആ കൽപ്പന മനസ്സിലായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന് മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യന് ഈ മരണകരമായിരിക്കുന്ന ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? അതെ, എന്നെ നരകവിധിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ജഡത്തിന്റെ സ്വഭാവത്തിൽ തന്നെ ആർ വിടുവിക്കും? അതെ, അപ്പോഴാണ് ദൈവത്തിന്റെ പ്രത്യക്ഷത നമുക്ക് കാണുന്നത്. അങ്ങോട്ട് നോക്കിക്കേ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയുമായിട്ട് ഇറങ്ങി വന്നവന് അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് പാപമോചനം, മരണശിക്ഷ സൗജന്യമായിട്ട് മാറ്റി തരുമെന്നാണ് ദൈവം പറയുന്നത്. അത് വിശ്വസിപ്പാൻ കഴിയാത്തത് കൊണ്ടല്ലയോ കാലാകാലങ്ങളായിട്ട് ഞാനത് അവസാനം പറഞ്ഞു നിർത്തിക്കൊള്ളാം. എന്നാൽ നോക്ക് പ്രിയരെ, അങ്ങനെ 4000 വർഷങ്ങൾക്ക് മനുഷ്യന്റെ ആ വരുവാനിരിക്കുന്ന തേജസ്സിനെ കാണുവാൻ മനുഷ്യൻ ആഗ്രഹിച്ചുവെങ്കിലും കണ്ടില്ല. എന്നാൽ കൃത്യമായിരിക്കുന്ന സമയത്ത് ദൈവം തന്റെ പുത്രനെ അയക്കുകയാണ്. എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരെയും പാപപരിഹാര ബലിയായിട്ട് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ അറക്കപ്പെടണം. അവൻ അങ്ങനെ ജനിച്ചു. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നു. അങ്ങനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുകയാണ്. അവനൊരു വഴിയമ്പലത്തിലാണ് ജനിക്കുന്നത്. അവിടെ അവനെ കിടത്തുവാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണ് പുൽക്കൂട്ടിൽ അവനെ കിടത്തിയെന്നാണ് ഞങ്ങൾ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത്. അവൻ അവിടെ ജനിച്ചു. 30 വർഷക്കാലം അമ്മയപ്പന്മാരോട് കൂടെ ജീവിച്ചു. എന്നാൽ നോക്ക് പ്രിയരെ, 30 വർഷക്കാലം എന്ന് വെച്ചാൽ യഹൂദൻ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങുന്നത് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വരെ മൂപ്പന്മാർക്ക് അധികാരമുണ്ട്. എന്നാൽ അവനും ഒരു സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിച്ചത് വഴി ആ 30 വർഷം അവന്റെ അമ്മയോടും മറിയോടും വളർത്തപ്പൻ യോസഫിനോടും അവന്റെ അമ്മ പ്രസവിച്ച വേറെ 6 മക്കളാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയരെ. യോസെ, യൂദ, ശിമിയോൻ, യാക്കോബ് എന്ന 4 സഹോദരന്മാരെയും 2-2 സഹോദരിമാരെയും അവനൊരു മൂത്ത ജ്യേഷ്ഠൻ എന്നുള്ള നിലയിൽ ആ ഭവനത്തെ പുലർത്തിക്കൊണ്ട് നമ്മളെ പോലെ കൂലിപ്പണി ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ താഴ്മയോടെ ജീവിക്കണമെന്ന് സ്വർഗം വിട്ടിറങ്ങുമെന്ന് നമുക്ക് കാണിച്ചു തന്നു. താഴ്മയോടെ, അതായത് മൂർഖന്മാരായിരിക്കുന്ന യജമാന്മാർക്ക് പോലും കീഴടങ്ങി അനുസരിച്ചുകൊണ്ട് ആ ദൈവ
ദൈവത്തിന്റെ താഴ്മ അവൻ നമുക്ക് കാണിച്ചു തന്നു. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവത്തിന് പ്രസാദകരമായിട്ട് ദാസന്മാരെ നിങ്ങൾ യജമാന്മാർക്ക് കീഴടങ്ങുന്നുള്ള വചനം പോലും യേശുക്രിസ്തുവിന്റെ ദാസ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ് പ്രിയരെ. അങ്ങനെ 30 വർഷക്കാലം കഴിഞ്ഞു. ഇനി അവന്റെ അമ്മയപ്പന്മാർക്ക് അവൻ കീഴടങ്ങേണ്ടതായിട്ടില്ല. അവനിതാ പാലസ്തീന്റെ തെരുവിധികളിലേക്ക് അവന്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ആ പാലസ്തീന്റെ തെരുവിധികൾ പ്രസംഗിക്കാൻ തുടങ്ങി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിന്. നമുക്കറിയാം, ആയിരക്കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. തിരുമേനിമാര് വന്നില്ല, പുരോഹിതന്മാര് വന്നില്ല, പ്രവാചകന്മാര് വന്നില്ല, ഉന്നതന്മാരൊന്നും വന്നില്ല പ്രിയരെ. രാജാക്കന്മാരും പ്രഭുക്കന്മാരും വന്നില്ല. ഒന്നിനും കൊള്ളാത്ത പാപികളായിരിക്കുന്ന മനുഷ്യരൊക്കെയും അവന്റെ അടുക്കലേക്ക് കടന്നു വന്നു. അതെ, നമുക്കറിയാം, രോഗികളായിരിക്കുന്നവര്, കുഷ്ഠരോഗികള്, അല്ലെങ്കിൽ മക്കളിനെക്കാട്ടി മറിയെ പോലെ ലോകത്തിന് മുമ്പിൽ അങ്ങേയറ്റം ചവറായിരിക്കുന്ന അങ്ങനെയുള്ള സഹോദരിമാരൊക്കെയും യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നു. തന്റെ അടുക്കൽ വന്നവർക്കെല്ലാം സൗഖ്യം കൊടുത്തു. പാപമോചനം വേണ്ടിയവർക്ക് പാപമോചനം, സൗഖ്യം വേണ്ടിയവർക്ക് സൗഖ്യം. അങ്ങനെ താൻ ദൈവപുത്രനെ തെളിയിച്ചു. ഇതെല്ലാം വിവരിക്കാൻ പോയ സന്ധിയായാലും തീരത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തിലേക്ക് വന്നത്? സ്വർഗത്തിലെ സകല ഉന്നതികളും വിട്ടവനെ താണ ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ഉദ്ദേശം മാത്രമേ അവന്റെ ഹൃദയത്തിലുള്ളൂ. എനിക്ക് യേശു ക്രിസ്തുവിന് നമ്മുടെ ഓരോരുത്തരെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് മരിക്കണം. അല്ലയോ പ്രിയപ്പെട്ടവരെ, എല്ലാ ഉന്നതന്മാരും എല്ലാ ഉയർച്ചയായിരിക്കുന്നവരും കേട്ടുകൊള്ളുവിന്. എല്ലാ മതവിശ്വാസികളും കേട്ടുകൊള്ളുവിൻ. ആരെങ്കിലും പുരോഹിതന്മാരുണ്ടെങ്കിൽ നിങ്ങളും കേട്ടുകൊള്ളുവിന്. അതേ പ്രിയരെ, യേശു ക്രിസ്തുവിന്റെ ഓരോ ലക്ഷ്യം കാൽവരി ക്രൂശിൽ മരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിലേക്ക് ചെന്നാൽ രോഗസൗഖ്യമുണ്ട്. യേശു ക്രിസ്തുവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കടമൊക്കെ മാറ്റി കിട്ടും. അവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അവസ്ഥകളൊക്കെ ഒന്ന് മാറ്റി തരും. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പ്രിയരെ, യഥാർത്ഥമായിട്ട് ഇതൊരു ചെറിയ വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു വന്നത് ഇതിനു വേണ്ടിയിട്ടാണോ? ഞാൻ നിങ്ങളുടെ ഒരു മണ്ഡലത്തിൽ നമ്മുടെ ഒത്തിരി കൂട്ടായ്മകളുണ്ട്. പുതിയ പുതിയ പെന്തക്കോസ്റ്റൽ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്. കടന്നു വരുവിന്, അനുഗ്രഹം പ്രാപിപ്പിന്, രോഗികൾക്ക് രോഗസൗഖ്യം, ഇതെല്ലാം ഉണ്ട് പ്രിയരെ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് യഥാർത്ഥമായിരിക്കുന്ന ലക്ഷ്യം നിങ്ങൾ തെറ്റിപ്പോയി. ആ ലക്ഷ്യത്തെ യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചുവോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നവരെ നേടുവാൻ കഴിഞ്ഞിട്ടില്ല. പാപമോചനത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചു, അത് മാത്രം കിട്ടിയിട്ടില്ല. നിങ്ങൾ നോക്കുവിന്, ഡൽഹിക്ക് നിങ്ങളുടെ മകന്റെ അടുക്കലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ ട്രെയിൻ ടിക്കറ്റ് ഉണ്ട്. വഴിയാത്രയിൽ ട്രെയിനിലിരിക്കുമ്പോൾ അനേക യാചകന്മാർ നിങ്ങളുടെ മുമ്പിൽ കരന്നിട്ടുമ്പോൾ 5, 10, 50, 100 ഒക്കെ നിങ്ങൾ കൊടുത്തെന്നിരിക്കും, ഭക്ഷണം മേടിച്ച് കൊടുത്തെന്നിരിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ യാചകന്മാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാണോ ട്രെയിനിൽ കയറിയത്? അല്ല, നിങ്ങൾ ഡൽഹി പോയി മകനെ കാണുവാനാണ്. എന്നാൽ പ്രിയരെ, യേശു ക്രിസ്തു തന്റെ ഈ ക്രൂശ് മരണത്തിലേക്ക് വരുന്നതിന്റെ ഇടഭാഗത്തുള്ള ഈ 3.5 വർഷക്കാലം ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ അധികാരവും ശക്തിയും നമുക്കൊന്ന് കാണിച്ചു തരേണ്ടതിനും അവർക്ക് നമ്മളെ പോലുള്ളവരോട് മനസ്സിൽ ഒന്ന് വെളിപ്പെടുത്തി തരുവാനാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവൃത്തികൾ ചെയ്തത്. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് അങ്ങ് ഒതുങ്ങി. എന്നാൽ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായിരിക്കുന്ന ലക്ഷ്യം പാപമോചനമാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വരണം. അതിനാണ് പ്രസംഗിക്കുന്നത്. ആർക്കും ദേഷ്യമൊന്നും വരുന്നില്ലല്ലോ, ആരുടെയും പല്ലെറുമല്ല, ആരുടെയും ഹൃദയം എനിക്കെതിരെ തിരിയല്ല. പ്രിയരെ, നന്നല്ല. കാരണം എന്താണ്? ദൈവം അധികാരം തന്നിട്ടാണ് ഞാൻ വിട്ട് വന്നിരിക്കുന്നത്. ആകിയാൽ ദൈവത്തിന്റെ അധികാരത്തെ നിങ്ങൾ ചോദ്യം ചെയ്യില്ല. ഞാൻ ഒന്നുമില്ലാത്തവനും ഏതുമില്ലാത്തവനും ആയിക്കൊള്ളട്ടെ. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വചനമായതുകൊണ്ട് ആരുടെയും ഹൃദയം എനിക്കെതിരെ തിരിയല്ല. ഈ പ്രസംഗം തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. ഈ പ്രസംഗം തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. നിങ്ങൾക്ക് പണമുണ്ട്, അതിനേക്കാൾ 4 ഇരട്ടി കടവുമുണ്ട്. നിങ്ങളുടെ ജീവിതമെല്ലാം തകർന്നു കിടക്കുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് മനോഹരമായിരിക്കാൻ ടൈപ്സ് ഒട്ടിച്ച വീടല്ലാതെ നിങ്ങളുടെ മാനസികന്റെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളവകൾ കഠിനമായിരിക്കുന്ന പാപത്താൽ നിറയപ്പെട്ട് കിടക്കുകയാണ്. കഠിനമായിരിക്കുന്ന ദൈവ നിഷേധം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അനുസരണക്കേടിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്.